നമസ്കാരം ഗായ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് കൂളായിട്ടിരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഫ്സലിൻ്റെ ലൈവ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം കുറേ അന്തം ഫാൻസ് വന്നിട്ട് കൊണ പറയുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ജാസ്മിൻ്റെ ഈ ഒരു അവസ്ഥ. കാരണം ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ജാസ്മിൻ യുനോ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പം എത്തിക്കുന്നത് സിബിനെ മുമ്പ് പറഞ്ഞ മാതിരി സിബിൻ്റെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് സിബിൻ്റെ പാരൻസിനെയും കുട്ടികളെയും പറ്റി സംസാരിക്കുക. അപ്പോൾ ഈ ഫാൻ ഫൈറ്റ്സ് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇത്രയും ടോക്സിക് ഫാൻ ഫൈറ്റ്സ് ഇത് ആദ്യമായിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് മിണ്ടാത്ത ആളുടെ വായിൽ കോലിട്ട് കുത്തി ഓരോന്നും സംസാരിക്കുക. ഇപ്പോൾ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ കയറാതെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടന്റ് ഒരു മെറ്റീരിയൽ ആയ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ലൈക്ക് അയാളുടെ പുറകെ അയാളെല്ലാം നിർത്തിപ്പോയിട്ടും അയാൾ പറയുന്നുണ്ട് ഞാനിത് നിർത്തിയതാണ്, പക്ഷേ എഗൈൻ പോയിട്ട് കമൻറ്റ് ചെയ്യുക, മോശമായ രീതിയിൽ സംസാരിക്കുക. അയാൾ ഒരു ആസ് എ ഹ്യൂമൻ ബീങ് അയാൾ ഒരു കുട്ടിയെ സ്നേഹിച്ചു എന്നുള്ള കെയർ ഓഫിൽ ഇത്രയും അയാൾ സഹിക്കേണ്ട വന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അയാൾ എല്ലാ പ്രൂഫും വെച്ചിട്ടാണ് കാണിക്കുന്നത്. റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഈ ഒരു സംഭവം മാത്രം സംസാരിക്കുന്നത്. എല്ലാ പ്രൂഫും പുള്ളിയുടെ കയ്യിലുണ്ട്. ആൻഡ് ജാസ്മിൻ അറിയാം, ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ പറയുന്നത് നുണയാണെന്നും സത്യം എന്താണെന്ന് ജാസ്മിനും അറിയാം, അഫ്സലിനും അറിയാം, എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ജാസ്മിൻ ഇനി പുറത്തിറങ്ങിയിട്ട് ഇതൊക്കെ കാണുമ്പോഴും സംസാരിക്കാൻ പോകുന്നത് മേ ബി തന്നെ സ്ട്രാറ്റജി ആയിരിക്കുന്നതായിരിക്കും. വേറൊരു ഒരു ഡിസ്കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തത് അഫ്സൽ എല്ലാ പേഴ്സണൽ ഇൻഡീപ് ചാറ്റും പുറത്തേക്ക് ഇറക്കി ഞാൻ കുറച്ചൊക്കെ കണ്ടു. കാരണം അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം എത്രയൊക്കെ നമ്മൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻഡീപ്പ് കാര്യങ്ങളൊക്കെ ഫോഴ്സ്ഫുള്ളി അഫ്സലിന് പുറത്തേക്ക് എടുക്കേണ്ട വന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് ജാസ്മിൻ്റെ ഈ അന്തം ഫാൻസും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ആൾക്ക് അത് അത്രയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നി. പക്ഷേ പുള്ളിയുടെ മനസ്സിൽ ജാസ്മിൻ പറയുന്ന വ്യക്തിയില്ല. പിന്നെ പുള്ളിക്ക് അത്രയും വെറുത്തു. പിന്നെ സൊസൈറ്റി അതേപോലെ ആ പയ്യനായിട്ട് ബ്ലെയിം ചെയ്യുന്നുണ്ട്, കുടുംബക്കാരെയൊക്കെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. സോ ഫോഴ്സ്ഫുള്ളി ചെയ്തു പോയതായിരിക്കാം ഒരു പക്ഷേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അവൾ അത്രയും ഞങ്ങൾ തമ്മിൽ ഇത്രയും ഡീപ്പ് റിലേഷൻ ഉണ്ടായിരുന്നു സൊസൈറ്റിയെ പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് അയാൾ എത്തിക്കപ്പെട്ട് പോയതുകൊണ്ടാണ്. അത് ഈ നാട്ടുകാർ തന്നെയാണ് അയാളെ പൊസിഷനിലോട്ട് എത്തിച്ചത്. അപ്പോൾ അത്രയും ഒരു ഡീപ്പ് ചാറ്റൊന്നും കാണിക്കേണ്ട വേണ്ടായിരുന്നു. പക്ഷേ അയാളുടെ മെൻ്റൽ ഹെൽത്തും സ്ട്രെങ്ത്തും കൂടി നമ്മൾ നോക്കണമായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അന്തം ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാണ്. അപ്പോൾ ഇത്രയും പേഴ്സണൽ ഡീപ്പ് ചാറ്റ് വരെ പുറത്തേക്ക് വരേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചതും ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു തലത്തിലോട്ട് കാര്യങ്ങൾ കൊണ്ടുകൊണ്ട് വന്നത് ഈ പുറത്തുള്ള ആൾക്കാരുടെ വിഷയം കൊണ്ട് തന്നെയാണ്. കാരണം ആൾ പറയുന്ന ഒരുപാട് നുണയും കാര്യങ്ങളുണ്ട്. അഫ്സൽ പോയിട്ടും പിന്നെയും പോയിട്ട് ഇങ്ങനെ എന്തിനാണ് നിങ്ങൾ വെറുതെ ഇതിനൊക്കെ നല്ല രീതിയിൽ അഫ്സൽ റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഈ ഡീപ്പ് ചാറ്റ് വരെ പുറത്തേക്ക് ഇട്ടപ്പോൾ എനിക്ക് തോന്നി അത് ഒരു പെൺകുട്ടിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സംഭവം വരെ പുറത്തേക്ക് വരുന്നത് അഫ്സൽ എല്ലാ രീതിയിലും ഡണ്ണാണ്, മദ്യമായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നോണ അഫ്സൽ പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ പ്രൂഫ് അഫ്സലിൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു വീഡിയോ റെക്കോർഡ്സ് വരെ കാണിച്ചു തരുന്നുണ്ട്. പുറത്തിറങ്ങി ജാസ്മിൻ എങ്ങനെ സംസാരിക്കുന്ന എല്ലാം അറിയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എത്ര കപ്പ് കിട്ടിയാലും എത്ര പതക്കം വാങ്ങിച്ചാലും ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി വെരി ക്യാരക്ടർലെസ്. അന്തം ഫാൻസിനോട് എനിക്ക് പറയാം, നിങ്ങളെ കുറിച്ച് ബോധം കാണിക്കുക, ലൈക്ക് ഹ്യൂമാനിറ്റി കാണിക്കുക. വെറുതെ ഒരാൾ ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുമാതിരി അയാൾ കാണിക്കുന്ന എല്ലാ തീട്ട പരിപാടിക്കും സപ്പോർട്ട് ചെയ്യാതിരിക്കും. പിന്നെ നിങ്ങൾ കുറേ ആൾക്കാരെ ത്രട്ടൻ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈവൻ യൂട്യൂബ് റിവ്യൂ ചെയ്യുന്നവരൊക്കെ ത്രട്ടൻ ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. മരുന്ന് വാങ്ങിക്കാൻ പോയി ത്രട്ടൻ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഞാൻ പോരാ ത്രട്ടൻ ചെയ്യുന്നുള്ള രീതിയിൽ ഇപ്പോൾ രേവതിയുടെ ഒരു റിവ്യൂ കണ്ടു ത്രട്ടൻ ചെയ്യുന്നൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ആരും ആ ത്രട്ടൻ ചെയ്യാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? നിങ്ങളെന്താ വിചാരിച്ച് വെച്ചേക്കണേ? ഒരു ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻറ്റിനെ പറ്റിയിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും. മാന്യമായ രീതിയിൽ സംസാരിക്കുക. അതല്ലെങ്കിൽ അതിൻ്റെതായ കോൺസിക്വൻസസ് നിങ്ങൾ ഇതാക്കേണ്ടി വരും. ഇപ്പോൾ ജാസ്മിൻ്റെ കെയർ ഓഫിൽ ത്രട്ടും കൊണ്ട് നടക്കുന്നവർ നിങ്ങൾ ആരെ പേടിപ്പിക്കുന്നത്? മച്ചമ്മരെ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ആ കൊച്ച് കപ്പ് കിട്ടിയാൽ തന്നെ കപ്പും വാങ്ങിച്ച് ആ കൊച്ചിൻ്റെ വഴിക്ക് പോകും. ത്രട്ടൻ ചെയ്തെന്നുള്ള കെയർ ഓഫിൽ നിങ്ങൾ പണി വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഊരാനൊന്നും ആ പെങ്കൊച്ച് വരാൻ പോകില്ല. മനസ്സിലായി? അപ്പം നിലത്ത് തവിട്ടി ജീവിക്കും. വെറുതെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ വരല്ലേ.